ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. വന്ദിച്ചു സൽഗുരുപാദത്തെയും വന്ദിച്ചു സിദ്ധ സമൂഹത്തെയും വന്ദിച്ചു ചൊല്ലുന്നേനീശനെയും ജ്ഞാനം വന്നിടാൻ വേണ്ടിയൻ ജ്ഞാനപ്പെണ്ണേ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. നമുക്ക് ഗുരുവിനെ വന്ദിച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം അഹിംസ പരമോധർമ്മ ചൊല്ലിയതിൻ്റെ ബാക്കി നമുക്ക് അല്പം കൂടെ ഇന്ന് മനസ്സിലാക്കാം. എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ശാന്തിയും സമാധാനവും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമുക്ക് ഈ പ്രപഞ്ചമാകുന്ന ഇവിടെ നമുക്ക് ജനിച്ചു വന്നാൽ നമുക്ക് ഓർമ്മ വെച്ച നാളോട്ടെ കർമ്മങ്ങളാണ്. കർമ്മകാന്ഡം. നമുക്ക് എന്ത് കർമ്മങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാണ്ഡമായത് ഈ പ്രപഞ്ചം. അവിടെ കിടന്ന് അലഞ്ഞ് തിരിയാതെ നമ്മൾ ജനിച്ചാൽ ദുഃഖം തന്നെയാണ്. എപ്പോഴും ഓരോരോ കർമ്മങ്ങൾ ചെയ്യുമ്പോഴും അതിനിടയ്ക്കുള്ള ദുഃഖവും ദുരിതങ്ങളും വിഷമങ്ങളും ഇടയ്ക്കൊരു അല്പ സുഖമൊക്കെയാണ് ഈ ലോക ജീവിതം. അതിൽ നിന്ന് നമുക്ക് മുക്തനാകണമെങ്കിൽ എപ്പോഴും എന്ത് വേണം? ജന്മനാ നമ്മുടെ ആ ദുഃഖമൊക്കെ മാറണമെങ്കിൽ നമുക്ക്, അല്ലെങ്കിൽ സമചിത്തനും സമദൃഷ്ടിയായിട്ടൊക്കെ ജീവിക്കുന്ന ഒരു ഭക്തന് ഈ ദുഃഖം ദുരിതങ്ങൾ ഉണ്ടാകത്തില്ല. അതെല്ലാം അതിജീവിച്ച് കഴിയാൻ അവർക്ക് സാധിക്കും. അതുകൊണ്ട് ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം. ഇവിടെ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണ്. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അതാണല്ലോ വായിച്ചത്. നമുക്കും ഒരു ആനന്ദ കുട്ടിയായി കഴിയണം. ഈശ്വരൻ ആനന്ദനാണെങ്കിൽ ആനന്ദ സ്വരൂപമാണ്. അപ്പോൾ ആ പരമാത്മാവിൻ്റെ മക്കൾ സന്തതികളായ നമ്മളും ആനന്ദ കുട്ടികളാകണം. അത് വെറുതെ ആകുമോ? നമ്മുടെ പ്രവൃത്തി പോലല്ലേ ഇരിക്കുക. ഇതെല്ലാം നമ്മൾ ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. വെറുതെ അത് കിട്ടുകയില്ല. നമ്മൾ പ്രയത്നം ചെയ്യണം. എന്ത് പ്രയത്നമാണ് ചെയ്യുന്നേ? എന്താ? നമ്മളെപ്പോഴും സജ്ജന സംസർഗം, സൽപ്രവൃത്തികൾ, ഈശ്വരാരാധന, പരബ്രഹ്മത്തിൽ ലയിച്ച് ധ്യാനിക്കുക, ആരാധിക്കുക, ഈശ്വരനെ സ്തുതിക്കുക, സൽക്കർമ്മങ്ങൾ ചെയ്യുക, നന്മ മാത്രം. ഇതൊക്കെ നല്ല നല്ല പ്രവൃത്തികൾ. ഇതൊക്കെയാണ് അങ്ങനെ ഭഗവാനെ ധ്യാനിച്ചും ഈശ്വരനോടുള്ള അടുപ്പം, ചേർച്ച, യോഗിയായി തീരണമെങ്കിൽ നമ്മൾ ഈശ്വരനായി ലയിക്കുക. അതാണ് ബ്രഹ്മത്തിൽ ചേരുക എന്ന് പറയുന്നത്. കർമ്മകാണ്ഡത്തിലലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരടി ജ്ഞാനപ്പെണ്ണി. അപ്പോൾ ഈ കർമ്മകാണ്ഡത്തിൽ നമ്മൾ എത്രമാത്രം അലഞ്ഞലഞ്ഞ് തിരിയുവാണ്. നമുക്ക് ദുഃഖദുരിതങ്ങൾ വരുമ്പോൾ എവിടെ പോകട്ടെ? ശബരിമലയിൽ പോയാൽ ഒക്കുമോ? പളനി പോയാൽ പറ്റുമോ? ഗുരുവായൂർ പോയാൽ പറ്റുമോ? എവിടെ പോകട്ടെന്ന് ഇങ്ങനെ അലഞ്ഞലഞ്ഞ് തിരിഞ്ഞ് നമ്മുടെ അത്രമാത്രം വേദനയും വിഷമവും. ജ്യോത്സ്യനെ കാണാൻ പോകും, മന്ത്രവാദിയെ കാണാൻ പോകും, എന്തൊക്കെയാണ് നമ്മൾ നേർച്ച നടത്തും. ഒരു രക്ഷയില്ല. ഇവിടെ കിടന്ന് അലയാമെന്നേ ഉള്ളൂ. നമ്മുടെ ജന്മദുഃഖം നശിക്കണമെങ്കിൽ ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരണം. ചിന്മുദ്രാഭ്യാസം എന്ന് പറയുന്ന അത് ധ്യാനിക്കുന്നതിൻ്റെ ഒരു ഇതാണ്. ആ ചിന്മുദ്രാഭ്യാസത്താൽ ആ മുദ്ര പിടിച്ചിരുന്ന് ധ്യാനിക്കുക, പരമാത്മ ലയിക്കുക, ചേരുക. ആ പുരികത്തിൻ്റെ മധ്യത്തായി കണ്ണടച്ച് ധ്യാനിച്ച് പരമാത്മാവിൽ ലയിക്കുക. അപ്പോൾ ആ ലയമാണ് ആനന്ദം. പരമാത്മാവിൽ ലയിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും. അത് ധ്യാനത്തിൽ കൂടിയും സൽപ്രവർത്തിയിൽ കൂടിയും സജ്ജന സംസർഗത്തിൽ കൂടിയും എല്ലാം കൊണ്ടും നമ്മൾ എല്ലാം ഒരു നന്മയായ ഒരു ജീവിതം, ഒരു സാത്വിക ഗുണങ്ങളുള്ള ഒരു ഭക്തനായി തീരുമ്പോൾ നമ്മൾ ധ്യാനിച്ച് പരമാത്മാവിൽ ലയിക്കുക എന്ന് പറയുന്നത്. അപ്പോഴാണ് നമുക്ക് ആനന്ദ നിർവൃതി, പരമാനന്ദം അനുഭവിക്കാൻ പറ്റുന്നത്. അപ്പോൾ നമുക്ക് ഈ ലോകത്തിലെ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ പറ്റും. അപ്പോൾ സമചിത്തതയുണ്ടാവും. എന്ത് വന്നാലും നമുക്ക് അതിനെ തരണം ചെയ്യാനുള്ള ഒരു ശക്തി നമുക്കുണ്ടാകും. പോരെങ്കിലോ വേണമെങ്കിൽ നമുക്ക് മോക്ഷത്തിലേക്കും പോകാം. അഥവാ മോക്ഷത്തിലേക്ക് കയറണ്ടേ, വീണ്ടും ജനിക്കണം എന്നുണ്ടെങ്കിൽ പോലും ആഗ്രഹങ്ങൾ കിടന്നാൽ നമുക്ക് വീണ്ടും ജനിക്കണം. എങ്കിലും നമുക്ക് സമാധാനം ഉണ്ടാകും. ശാന്തി സമാധാനം അനുഭവിക്കാൻ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ. ജീവൻ മുക്തനായി കഴിഞ്ഞാലോ മോക്ഷവും കിട്ടും. അപ്പോൾ നമുക്ക് എന്ത് വേണം? ജന്മനാ ദുഃഖം നശിക്കണമെങ്കിൽ ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരടി. അപ്പോൾ ഭഗവാനിൽ ചേരുക, ആ ബ്രഹ്മാനന്ദം അനുഭവിക്കുക. അങ്ങനെ നമുക്ക് ഈ ദുരിതത്തിൽ നിന്നെല്ലാം ഈശ്വരനാകുന്ന കപ്പലിൽ കയറി ഈ ദുരിതമാകുന്ന സമുദ്രത്തിൽ നിന്ന് ഈശ്വരൻ്റെ കപ്പലിൽ, ആ പരമാത്മാവിൽ കയറി നമുക്ക് മോക്ഷം അല്ലെങ്കിൽ ഈ ദുരിതത്തിൽ നിന്നെല്ലാം കരകയറാൻ പറ്റും. അപ്പോൾ നമുക്ക് എങ്ങും പോകണമെന്നോ നേർച്ച നടത്തണമെന്നോ എവിടെയെങ്കിലും പോയാൽ ദുരിതം മാറുമെന്നൊക്കെ ആ ചിന്തിക്കുന്ന എല്ലാം മാറി എങ്ങും പോണ്ട. പൈസ ചിലവുമില്ല, ഒന്നുമില്ല. ഈശ്വരനെ പ്രാർത്ഥിക്കുക, സൽപ്രവർത്തനം ചെയ്യുക, സജ്ജന സംസർഗത്തിൽ കൂടിയും നല്ല ഭഗവത് കഥകൾ കേട്ട് രതി ഉണ്ടാകുക. നമ്മൾ ഇന്നലെയും വായിച്ചില്ലേ,
അതായത് ഇന്ന് രാമായണത്തിൽ നമ്മൾ കൂടെ വായിക്കുന്നുണ്ടല്ലോ. നമുക്ക് ഭഗവാന്റെ കഥകൾ കേൾക്കുമ്പോൾ ഭക്തന്മാരുടെ കൂടെ ഇരുന്ന് അത് കേൾക്കുമ്പോൾ നമുക്ക് രതി ഉണ്ടാകും. ഈ രതി ആണ് പരമാത്മാവിൽ ലയിക്കുക. അതങ്ങനെയായി അത് കുറേശ്ശെ വന്ന് വരുമ്പോൾ പിന്നെ സർവ്വസമയത്തും ആ രതി തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ഇടപെടാതെ നമ്മൾ തന്നെ പരമാത്മാവിൻ്റെ കൃപ നമ്മൾ തന്നെ കിട്ടും. പിന്നെ നമുക്ക് എന്തിനാ ദുരിതവും വിഷമവും ഉണ്ടാകുന്നത്? സമാധാനവും ശാന്തിയും തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് പറയുന്നത്, മക്കളെ, നമുക്കൊരു ആനന്ദക്കുട്ടിയാകണം. ഈശ്വരൻ പരമാത്മാവ് ആനന്ദ സ്വരൂപനാണെങ്കിൽ ആ പരമാത്മാവിനെ സന്തതികളായ നമ്മൾ ഓരോരുത്തരും ആനന്ദ കുട്ടികൾ തന്നെ ആവണം. നമ്മൾ ആവുക ചെയ്യുക, അല്ല വെറുതെ ആവുകയില്ല. നമ്മൾ പ്രയത്നിക്കണം, ധ്യാനിക്കണം, നല്ല ജ്ഞാനം, അതായത് വിജ്ഞാനം ഉണ്ടാകണം. ഈശ്വരനെ അറിയുമ്പോഴാണ്, ആ ബ്രഹ്മത്തിൽ ചേരുമ്പോഴാണ് നമ്മളൊരു യോഗിയായി ഈശ്വരനായി മാറുക. അഹം ബ്രഹ്മാസ്മി എന്ന് പറയുന്നത് അങ്ങനെയാണ്. അപ്പോഴാണ് ഇത് കർമ്മകാണ്ഡത്തിൽ അലഞ്ഞീടിൽ ജന്മനാ ദുഃഖം നശിക്കുകയില്ല. ഇവിടെ എത്ര ഒന്ന് കറങ്ങി എവിടെയൊക്കെ പോയ എന്നാൽ നമ്മുടെ ആ ദുരിതം പോകത്തില്ല. ചിന്മുദ്രാഭ്യാസത്താൽ ആനന്ദമായുള്ള ബ്രഹ്മത്തിൽ ചേരടി ജ്ഞാനപ്പെണ്ണി. അപ്പോൾ ആനന്ദം അനുഭവിക്കണമെങ്കിൽ നമുക്ക് ധ്യാനം, ജപം, എപ്പോഴും പരമാത്മാവിൽ ലയിക്കുക. അതിന് നല്ല കർമ്മങ്ങൾ, സൽക്കർമ്മങ്ങളും ഈശ്വരാരാധനയും ധ്യാനവും വേണം. എല്ലാവർക്കും നമസ്കാരം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഹരി ഓം, ഹരി ഓം, ഹരി ഓം.